ചെയ്യാം. Let's welcome, put your hands together and give a grand welcome to our favorite Tobino Thomas. Tobino Cheta and Kayadu, a warm welcome. താരങ്ങൾ ഇതാ ഇവിടെയുണ്ട്. യെസ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ലൊരു കൈയടി നൽകാം. The most charming and the absolutely adorable Kayadu Lohan. Yes, welcome Dibras and of course welcome Josh Kudi. ഇതാ പള്ളിച്ചട്ടമ്പി എന്ന ചലച്ചിത്രം നമ്മുടെ and breathtaking visuals and unforgettable performance. Today is all about celebrating the cinema. Welcome to Mall of Travancore and ഈ ഒരു സ്റ്റാർ സ്റ്റഡഡ് ഈവനിംഗിലേക്ക് ഒരാവർത്തി കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. പള്ളിച്ചട്ടമ്പി എന്ന ചലച്ചിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണല്ലേ. എന്താണ് കാരണം നമുക്കൊക്കെ റീൽസിലൂടെയൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് ദിബ്രാസിൻ്റെത്. ഒരുപാടധികം നമ്മെ ചിരിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഉണ്ട്, ഞാൻ പറയുന്നുണ്ട്. അപ്പം പറയോ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങളും പള്ളിച്ചട്ടമ്പിയുടെ ഒരു ഭാഗമായ അനുഭവം എന്തായിരുന്നു? ആദ്യമായിട്ട് ഞാൻ ഈ സ്റ്റേജിൽ അങ്ങനെ നിന്ന് വലിയ ശീലമില്ല. അല്ലേ ഓക്കെ. അപ്പം പള്ളിച്ചട്ടമ്പിയിലോട്ട് ദേവചേട്ടൻ എൻ്റെ വീഡിയോസ് കൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ വിളിച്ച സമയത്ത് ഈ പറഞ്ഞ ഓഡീഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കയറി വന്നു, അതായത് ദൈവം സഹായിച്ച്. അപ്പോൾ പിന്നെ അതിനകത്ത് നല്ലൊരു ജേണിയായിരുന്നു. രവിചേട്ടനായാലും ഡിജോ ചേട്ടനായാലും എല്ലാവരും നല്ല സപ്പോർട്ടായതുകൊണ്ട് നമുക്ക് അവിടെ ടെൻഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു. അപ്പം ഞാനാകെ വേറൊരു ഫിലിമേ ആക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രവിചേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, രവിചേട്ടൻ്റെ കൂടെയുള്ള റോളാണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് ആ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തൊട്ട് രവിചേട്ടൻ്റെ ആ ഒരു സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര കൂട്ടായിട്ട് നിന്നുകൊണ്ട് എനിക്ക് അഭിനയിക്കാനും എളുപ്പമായിരുന്നു. അപ്പോൾ അതിന് താങ്ക് യു രവിചേട്ടൻ. പിന്നെ ഡിജോ ചേട്ടന് അതിനകത്തുള്ള എല്ലാ ക്രൂ ആയാലും എല്ലാവരും ഫുൾ സപ്പോർട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏപ്രിൽ 10 പടം ഇറങ്ങും, കണ്ടെല്ലാവരും അഭിപ്രായം പറയണം. ദിബ്രാസിന്റെ വേഷം എന്തായിരുന്നു? ആ ഒരു കഥാപാത്രത്തെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ടോയ്ചേട്ടൻ എന്താ പറയുന്നു? അല്ല, അതിനകത്ത് ടോയ്ചേട്ടൻ്റെ കൂടെ ശിഷ്യനായിട്ട് സാലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ചേട്ടന്റെ ശിഷ്യൻ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുകയാണ്. പ്ലീസ് കൈൻഡ്ലി സ്റ്റേ ബാക്ക്. അതോടൊപ്പം തന്നെ please put your hands together to welcome the most magnetic, the most charming Tobino Thomas and the effortlessly charming, absolutely talented Kayadu Lohan. Yes, Kayadu ma'am, we are huge fans of you guys. അപ്പോൾ ഇതാ നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂറിലേക്ക് നമ്മുടെ അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണല്ലേ. നല്ലൊരു കൈയ്യടി നൽകാം. ലെറ്റ്സ് ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. യെസ്, ഫസ്റ്റ് നമുക്ക് കയാദു മാമിലേക്ക് തന്നെ കടക്കാം. ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ മലയാളം ഫിലിം? വി നോ വൺസ് അഗെയിൻ യു ആർ വർക്കിംഗ് ഇൻ മലയാളം ഫിലിം. വൺസ് അഗെയിൻ വെൽക്കം ടു മലയാളം ഫിലിം ആൻഡ് കേരള. സോ പ്ലീസ് ഷെയർ സം ഫ്യൂ എക്സ്പീരിയൻസസ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. It feels really amazing to come back. I did my first film was Pattam Padamrotanda, and after that I'm coming back after a very long time. So I'm very excited. I hope that you all love the character that I play, Rebecca, and I'm actually very excited. That's all. I've been going through a lot of emotions because after a very long time, film is coming out. So yeah, I'm excited, and thank you so much, Toby, for being an amazing co-actor. I had an amazing time working with him also. So thank you so much for coming. Question, like, have you picked up any Malayalam words that you are secretly proud of? Any Malayalam words? Like, ഗംഭീരമായിരുന്നു മക്കളെ. അവർക്കും അവരെ ഈ ഡാൻസ് പഠിപ്പിക്കുന്ന അവരുടെ കൊറിയോഗ്രാഫേഴ്സായിട്ടുള്ള സാറന്മാർക്കും അവരുടെ ഡാൻസ് കമ്പനിക്കും എല്ലാം എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ആദ്യം തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ARMൻ്റെ സിനിമ മുഴുവൻ കണ്ട പോലെ അവരുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് വന്നപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു ടു. അപ്പോൾ പള്ളിച്ചട്ടമ്പി ഇപ്പം നിങ്ങളിതിൻ്റെ ടീസർ കണ്ടു, ഒരു സോങ് കണ്ടു. ഇനിയൊരു സോങ്ങും കൂടെ വരുന്നുണ്ട്. മിക്കവാറും നാളെ ആയിരിക്കും അത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ട്രെയിലർ വരും, ഒരു ടീസറും കൂടെയൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട്
നിങ്ങളെയൊക്കെ തിയേറ്ററിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ സിനിമ കാണാനായിട്ടൊരു ആഗ്രഹം പുതിയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകണം. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും. ഇത് ഒരു പീരിയഡ് സിനിമയാണ്. വീണ്ടും ഒരു പീരിയഡ് സിനിമയായിട്ട് ഞാൻ വരികയാണ്. പക്ഷെ അത് ഭയങ്കര ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട് തന്നെ. ഞങ്ങളെല്ലാവരും കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, പിന്നെ വിജയരാഘവൻ ചേട്ടൻ ഉണ്ടായിരുന്നു, സുധീർ ഏട്ടൻ ഉണ്ടായിരുന്നു, പ്രശാന്ത് ഏട്ടൻ ഉണ്ടായിരുന്നു, പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ ഒരുപാട് പേര് ഒരു 7 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഒരു പറ്റം ആൾക്കാർ അവിടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് കുറേ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാവുന്നൊരു സിനിമയായിരുന്നില്ല. അത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ആ സിനിമ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ ഡിജോയ്ക്ക് ഇന്നോട് വരാൻ പറ്റിയില്ല. അവസാനമായിട്ട് മിരിക്കോണികളിലാണ് സിനിമയുടെ 10ാം തീയതി റിലീസായ കാരണം കൊണ്ട് ഡയറക്ടർ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഡിജോയുടെ വരാനിരുന്നതാണ്. ഡിജോൻ്റെ കൂടെ ഞാനത് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണത്. ഓവർ ദി ഇയേഴ്സ് കുറേ മാറ്റങ്ങൾ സ്ക്രിപ്റ്റിൽ വന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ നല്ല മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഈ സിനിമയുടെ ഇപ്പോൾ ഡയറക്ടർ ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് കട്ടയ്ക്ക് കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം പിന്നെ ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇതെല്ലാം സാധാരണ ഇങ്ങനത്തെ സിനിമകൾ, ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ നന്നാവാറാണ് പതിവ്. ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജി സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏപ്രിൽ 10ാം തീയതി പള്ളിച്ചട്ടമ്പി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ അത് സജസ്റ്റ് ചെയ്യും. താങ്ക് യു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് പറയാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് എനിക്ക് ആ സിനിമയിൽ കിട്ടിയൊരു ക്യാരക്ടറിൻ്റെയും ആ ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സീനുകളുടെയും ഒരു ഇമ്പാക്റ്റാണ് ലൂസിഫർ 2019 ഇറങ്ങിയതിനു ശേഷം 2026 അതിൽ ഇവിടെ ഒന്ന് പറയാനായിട്ട് പറ്റുന്നത്. അത് ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് തന്നെ. പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞു പഠിച്ചു, എന്തായാലും മറന്നുപോയില്ല. കുറെ കാണാൻ വേണ്ട മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കറിയുന്നില്ല, എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന പല രണ്ട് തെറി പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിബ്രാസ് ആൻഡ് വൺസ് അഗൈൻ ജോസ്കുട്ടി പ്ലീസ് വേദിയിൽ നമ്മോടൊപ്പം ചേരാം. ആൻഡ് അതോടൊപ്പം തന്നെ ഹരീന്ദ്രൻ, അതേപോലെ തന്നെ തിയേറ്ററുകളിൽ ഇതാ വമ്പൻ ഹിറ്റായി മാറാൻ പോകുന്ന മറ്റൊരു സിനിമ, നമ്മൾ ഏറ്റുപാടാനും നെഞ്ചോട് ചേർക്കാനും പോകുന്ന ആ ഒരു സിനിമയിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനത്തിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. യെസ്, സോ മാവീര എന്നുള്ള ഒരു പാട്ടാണ് ഇവിടെ ഒരുക്കുന്നത്. അപ്പം ടിറ്റോ പി തങ്കച്ചൻ വരികൾ എഴുതി, ജെയ്ക്സ് ബിജോ മ്യൂസിക്കിൽ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Yes, thank you so much. And ma'am, few words. Thank you so much guys for coming. I just hope you guys go and watch the film. It's releasing on April 10th. Please go watch and shower lots and lots of love. Thank you. Thank you so much. എല്ലാ